ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ ബിന്ദുവിൻ്റെ വീട് സന്ദർശിക്കുകയാണ്. അദ്ദേഹം കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. മന്ത്രി വി എൻ വാസവൻ മരിച്ച ബിന്ദുവിൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ബന്ധുക്കളുമായി സംസാരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് മനസ്സിലാക്കുകയാണ്. ബിന്ദുവിൻ്റെ സംസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് മന്ത്രി എത്തുന്നത്. ഏറെ വിവാദങ്ങളാണ് സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടാകുന്നത്. അതിനിടയ്ക്കാണ് ഇപ്പോൾ മന്ത്രി വീട് സന്ദർശിക്കുന്നത്. ജനപ്രതിനിധികളും മന്ത്രിമാരും ആരും വീട് സന്ദർശിക്കുന്നില്ല, കുടുംബാംഗങ്ങളെ കാണുന്നില്ല എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ മന്ത്രിയുടെ സന്ദർശനം ഉണ്ടാകുന്നത്. അദ്ദേഹം കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്കായിരുന്നു ബിന്ദുവിൻ്റെ സംസ്കാരവും. ഏറെ വേദനാജനകമായ കാഴ്ചയായിരുന്നു ആ കുടുംബത്തിൻ്റെ ആ വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നത്, നമ്മൾ കണ്ടിരുന്നത്. ആ വേദനയിൽ കഴിയുന്ന കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയുമാണ് മന്ത്രി വി എൻ വാസവൻ. ഈ സംഭവം സംഭവിച്ച ആ ഘട്ടത്തിൽ തന്നെ ഇരു മന്ത്രിമാരും ആശുപത്രി പരിസരത്തെത്തിയിരുന്നു. അതിന്മേലുണ്ടായ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ പ്രതികരണങ്ങളിൽ ഉണ്ടായ വീഴ്ചകളെ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാനമൊട്ടാകെ നടക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ കുടുംബത്തെ സന്ദർശിക്കാൻ എത്തിയിരിക്കുന്നത്. അവരെ ആശ്വസിപ്പിക്കുകയാണ്. ബിന്ദുവിൻ്റെ അമ്മ ഉണ്ട്. വൃദ്ധയായ ആ സ്ത്രീയുടെ കരച്ചിൽ ആ കാഴ്ചകൾ കണ്ട ഓരോ മനുഷ്യനെയും വേദനിപ്പിച്ചതാണ്. അദ്ദേഹം ചേച്ചിയാണ് ഈ കുടുംബം നടത്തിക്കൊണ്ടിരുന്നത്. തുകയുടെ കാര്യം തീരുമാനിക്കുന്ന ഇതെല്ലാം ഇന്നലെ മുഖ്യമന്ത്രി അവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ സംസാരിക്കുകയും പുള്ളി അപ്പം തന്നെ സംസാരം കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു. കൂടാതെ ഇവിടുത്തെ സ്ഥിതി വെച്ച് റിപ്പോർട്ട് എഴുതരാൻ ഇപ്പോൾ ഗോകുലുണ്ട് ബിന്ദുവിൻ്റെ വീട്ടിൽ നിന്നും. ഗോകുൽ, സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ഈ വിഷയത്തിൽ. ഇരു മന്ത്രിമാർക്കെതിരെയും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ കുടുംബത്തെ സന്ദർശിക്കുന്നത്. അദ്ദേഹത്തോട് എന്തൊക്കെയാണ് ആ ബന്ധുക്കൾ പറയുന്നത്, മന്ത്രി എന്തൊക്കെ ഉറപ്പുകളാണ് അവർക്ക് നൽകുന്നത്? നേഴ്സിംഗിന് പഠിക്കുകയാണ് ആന്ധ്രയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ. അകത്ത് വീടിനുള്ളിൽ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബന്ധുക്കൾ അവരുടെ ആശങ്കകളും അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ മന്ത്രിയോട് വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബന്ധുവിന്റെ ഭർത്താവും മക്കളും അടക്കമുള്ള ആളുകൾ ഈ വീട്ടിലുണ്ട്. മന്ത്രി സർക്കാർ അവർക്കൊപ്പമുണ്ട് എന്നുള്ളൊരു ഉറപ്പ് വി എൻ വാസവന്റെ ഭാഗത്തു നിന്നും കുടുംബത്തിന് നൽകിയിരിക്കുകയാണ്. എന്ത് സഹായത്തിനും ഒപ്പമുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഈ ബിന്ദുവിന്റെ കുടുംബത്തിന് ഉറപ്പായിട്ട് നൽകിയിരിക്കുന്നത്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്കിടയിൽ തന്നെയാണ് മന്ത്രിയുടെ ഇങ്ങോട്ടേക്കുള്ള സന്ദർശനം എന്നുള്ളതാണ്. കാരണം നേരത്തെ ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സമയം ഇത്തരത്തിൽ മന്ത്രി വി എൻ വാസവനോ, ജില്ലയിലെ മന്ത്രിയായിട്ടുള്ള വാസവനോ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി വീണ ജോർജോ ഒന്നും തന്നെ വീട്ടിലേക്ക് എത്തിയിരുന്നില്ല.
ശരിക്കും അന്നേരം തന്നെ CM വന്നപ്പോൾ തന്നെ ഈ വിഷയം അവതരിപ്പിച്ചു. അപ്പം നിങ്ങളപ്പുറം സംസാരിച്ച് പോസ്റ്റ്മോർട്ടത്തിനുള്ള കാര്യം കളക്ടറെ കൊണ്ട് ഞങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രതികരിച്ചു. 100% നിർദ്ധന ഞങ്ങളുടെ കണക്കൊക്കെ അങ്ങനെ ഞങ്ങൾ ആകപ്പാടുപെട്ടിരിക്കുകയാണ്. വേണ്ട കാര്യങ്ങൾ തന്നെ ചടങ്ങെല്ലാം ഇന്നത്തെ കഴിഞ്ഞു. അടുത്ത പരിപാടി കൂടി ആലോചിച്ചിട്ട് നാളെ തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്യാന്നുള്ളൊരു കൊച്ചിന്റെ കാര്യം തിങ്കളാഴ്ച തിങ്കളാഴ്ചത്തെ കൊച്ച് കുറച്ച് മെന്റൽ ഡിപ്രഷനിലാണ്. റൂം അറേഞ്ച് ചെയ്ത് തിങ്കളാഴ്ചത്തേക്ക് നിങ്ങൾ അവിടെ വരുന്ന ദിവസം പറഞ്ഞാൽ മതി. പറഞ്ഞാൽ ക്രിസ്മസ് സാറോ അല്ലെങ്കിൽ ഒരാളോടും പറഞ്ഞു അതിൻ്റെ വീടും അറിയിച്ച് വന്ന് സൂപ്പുണ്ടാക്കാൻ കൂടെ വന്ന് വരുന്ന സമയം അറിയിച്ചാൽ മതി. നിങ്ങളൊന്നും വിഷയം കണ്ട് കൂടെ വന്ന് അഡ്മിഷനും മറ്റു കാര്യങ്ങളെ എടുത്ത് ബന്ധപ്പെട്ട ഡോക്ടറെ കൊണ്ട് അറേഞ്ച് ചെയ്ത് സാർ കൂടെ നിന്ന് ഈ കാര്യം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായി ചെയ്യും. ഒരു ചിലവ് നിങ്ങൾ കൊടുക്കണം. അതിന് പൂർണ്ണമായ പൈസ ഇതിന്റെ ജോലിയുടെ കാര്യത്തിന് ആരെയും കാണേണ്ടത്? താൽക്കാലിക ജോലിക്ക് നമുക്ക് മെഡിക്കൽ കോളേജ് HDSമായിട്ട് സൂപ്രണ്ട് അദ്ദേഹത്തെ കണ്ടാൽ മതി കേട്ടോ. ഇല്ല ഞങ്ങളുണ്ടാവും, ഞങ്ങളെ കമ്മിറ്റിയിലുണ്ട്. പക്ഷേ നിങ്ങൾ ആരെങ്കിലും സൂപ്രണ്ടെ നേരിട്ട് കണ്ട് ഈ അപേക്ഷ കൊടുക്കും. കളക്ടറുണ്ട് അതിന്റെ ചെയർമാൻ അദ്ദേഹം HDSന്റെ. സൂപ്രണ്ടാകുമ്പോൾ അവിടെ എപ്പോഴും ഉണ്ട്. ഇവർ പറഞ്ഞൊരു ബാക്കി ക്യാബിനറ്റ് തീരുമാനം കഴിഞ്ഞാൽ അന്നേരം ഞാൻ വിളിച്ച് അറിയിക്കാം. പൈസ എത്തിച്ച് എല്ലാ കാര്യത്തിലും ഉണ്ട് കേട്ടോ. മനസ്സിലായി. നേരിട്ട് കണ്ട് നിങ്ങൾ മേടിക്കാനില്ല, നേരിട്ട് കാണാൻ. മറ്റേ MP ഉണ്ടായിരുന്നില്ല നേരത്തെ, സുരേഷ് ഗോപിന്റെ ഏറ്റവും അടുത്ത ആളാണ്. ജീവന എല്ലാ കൺവെൻഷനും പോകുന്ന ഒരാളാണ്. അന്നേരം വിളിച്ച് പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ അപകടമുണ്ടായപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു. അന്നേരം അമ്മച്ചി ഈ പരിപാടിക്ക് വരുന്ന കാര്യമെല്ലാം മാഷം സെലവരെടുത്ത് പറഞ്ഞു. എവിടെയെല്ലാം പോയി, കോട്ടയത്ത് എത്ര പ്രാവശ്യം പോയി, വയ്യാത്തുള്ള ജാതകൊന്നും പോകുന്നത് അല്ലെ, ജാതക പൊടിയും പിടിച്ച് പോകുന്നു. അമ്മ പോകും. അമ്മയ്ക്ക് അത്രയും ഒരു സ്പിരിറ്റുള്ള ആളാണ്. കഴിച്ചോ? ഞങ്ങൾ കഴിച്ച് ചോറ് കഴിച്ചായിരുന്നു. ഇന്നലെ തൊട്ട് പട്ടിണിയായി. ഞങ്ങൾ അമ്മയ്ക്ക് ഒന്നും കൊടുക്കണം. കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കൊടുത്തിട്ട് മകള് പോയ വിഷമോ താങ്ങാൻ പറ്റില്ല. കൊച്ചിനെ ഇപ്പൊ ഡോക്ടർ വല്ലതും നോക്കണോ? ഇപ്പൊ ഡോക്ടർ വല്ലതും നോക്കണോ? മെഡിസിൻ കൊടുത്താണ് വിട്ടേക്കണത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ല അല്ലേ ഞാൻ പറഞ്ഞത്, എപ്പോഴെങ്കിലും ഈ നിങ്ങൾ കൊണ്ടുവന്നതിന് മുമ്പ് കുട്ടിക്ക് അസ്വസ്ഥത തോന്നി അപ്പം തന്നെ നിങ്ങൾ വിളിച്ചു ചെയ്യാനുള്ള കാര്യം നിങ്ങൾ ചെയ്തോളാം. ഡിപ്രഷന്റെ ആ ഒരു ഡിപ്രഷന്റെ ഒരു അതിന്റെ ഒരു ഇതേ ഉള്ളൂ. ചെയ്ത് ഇന്നത്തെ ഈ യൂണിയനിലൊക്കെയുള്ള ഇത് ഞങ്ങൾ ഇന്നത്തെ ഈ ശവസംസ്കാര ചടങ്ങിനെല്ലാം ഉള്ള ഒരു 50,000 രൂപയാണ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു കൊടുക്കുന്നത് കേട്ടോ. ഇന്നത്തെ ചടങ്ങിന് മാത്രമല്ല, അത് നമ്മൾ HDSന്റെ അടുത്താണ്. ചെക്കാണ് നിങ്ങളുടെ പേരിൽ, അച്ഛൻ്റെ പേരിൽ ചെക്കായിട്ട് എഴുതിയിരിക്കും. ബാങ്കിൽ അതെ നമ്മൾ ബാങ്കിൽ കൊടുത്താൽ മതി. അതെ അതുകൊണ്ടപ്പം അത് പെട്ടെന്ന് നടക്കണമെന്ന് വിചാരിച്ചത്.
എല്ലാത്തിലും എല്ലാവരും ഞങ്ങളെല്ലാവരും ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. സാറുണ്ടായിരുന്നു. സാറ് ഞങ്ങളോട് ഞാൻ ആദ്യം വന്ന് കാഷ്വാലിറ്റി വന്ന് ഞാൻ ഒറ്റയ്ക്ക് ഞങ്ങളുടെ ഭാര്യയും കാണുന്നില്ല, മകളെയും കാണുന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് വന്ന് കാഷ്വാലിറ്റി വന്ന് മറ്റവരെയും കണ്ടേച്ച് തിരിച്ചിറങ്ങി വന്നിട്ട് ഈ JCB കൊണ്ടുവരാൻ ഞാനാണ് പിന്നെ ഫയർഫോഴ്സ് ഓഫീസറെ വിളിച്ച് പറഞ്ഞു പെട്ടെന്ന് വരാൻ പറയാം. അപ്പോൾ കയറി വന്നപ്പോൾ മറ്റേ ഇതുപോലത്തെ ഒരു ഗ്രില്ലുണ്ടായിരുന്നു. അത് കാരണം ഈ JCB മൂവിയിലാണ്. പിന്നെ അത് നമ്മൾ ടാക്സ് കൊണ്ട് അർത്ഥം പറ്റിയിട്ടാണ് പിന്നെ JCB. അതാണ് അവിടെ വന്നത്. അവർ വന്ന സമയമൊക്കെ ഞങ്ങൾ നോക്കിയപ്പോൾ അവർ അറിയിച്ചനുസരിച്ച് തന്നെ 10-59 അവർ അറിയിച്ചിട്ടുണ്ട്. 11-40 അവർ എത്തിയിട്ടുണ്ട്. ഇതർത്ഥം കുറിച്ച് മാറ്റുന്നവരാണ് താമസം. അതൊക്കെ നോക്കി അപ്പൊ നമ്മളിപ്പോ ആരും വരുത്തി വെച്ചല്ല നമുക്ക് കാര്യങ്ങളെല്ലാം എല്ലാത്തിനും കൂടെ കാണാൻ മോളെ കൂടെ സാധ്യതയുണ്ട്. ഇറങ്ങുമ്പോഴൊക്കെ ജില്ലാ കളക്ടറുണ്ട്, ആശുപത്രിയും അവിടേക്ക് പോകുന്ന അവിടെ മോശം വഴിയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടായിരുന്നു. മോശത്തെ വഴിയാണ് വീരത്തോട്ട് കയറുന്നേ. വീരത്തോട്ട് കയറല്ലേ കിടക്കാം. നമ്മൾ വഴിയോണ്ട് ഒന്ന് കയറിക്കോട്ടെ. പുറത്തേക്കാണ് ഡോക്ടറും മിനിസ്റ്ററും ഓരോ വഴി മാറി മീഡിയാസ് കേരള അകത്ത് കേരള സോപ്പണ്ട കേറ്റിവിടെ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ സന്ദർശനം നടത്തുകയായിരുന്നു മന്ത്രി VN വാസവൻ. അദ്ദേഹം ആ കുടുംബത്തോടൊപ്പം ഉണ്ട്, സർക്കാർ ഉണ്ടെന്ന് ഉറപ്പാണ് അവർക്ക് നൽകിയത്. അവരുമായി സംസാരിക്കുകയായിരുന്നു. ആ അമ്മയുമായും ബിന്ദുവിന്റെ ഭർത്താവുമായും സംസാരിക്കുകയായിരുന്നു. അടിയന്തര ധനസഹായമായി 50,000 രൂപ കൈമാറിയിട്ടുണ്ട്. എല്ലാ ആവശ്യങ്ങൾക്കും സർക്കാർ ഒപ്പം ഉണ്ടാവുമെന്ന് ഉറപ്പാണ് മന്ത്രി നൽകിയിട്ടുള്ളത്. നവമിയുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. ക്യാബിനറ്റ് തീരുമാനത്തിന് ശേഷം ബാക്കി കാര്യങ്ങൾ താൻ നേരിട്ട് വിളിച്ചറിയിക്കുമെന്ന ഉറപ്പാണ് മന്ത്രി കുടുംബത്തിന് നൽകുന്നത്. എന്ത് സഹായത്തിനും കുടുംബത്തിന് വിളിക്കാമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കാൻ മന്ത്രി കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുകൊള്ളുകയാണ് മന്ത്രി VN വാസവൻ. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി അദ്ദേഹം ഇപ്പോൾ കുടുംബത്തെ സന്ദർശിക്കുകയായിരുന്നു. ആശ്വാസമേകുകയായിരുന്നു ആ കുടുംബത്തിന്.
അമൃതങ്ങ് മാറ് ഒഴിഞ്ഞു കയറിയിട്ട് അവിടെ ഇരുന്നില്ല. അമൃത അവിടെ നിന്ന് മാറിക്കേ, ഇപ്പുറത്തേക്ക് മാറ്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ ഉള്ളത്. അദ്ദേഹം ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയാണ്. സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും കുടുംബത്തിനുണ്ട് എന്നാണ് പറയുന്നത്. അതേസമയം സംസ്ഥാന വ്യാപകമായി വിവിധ യുവജന സംഘടനകളുടെ പ്രതിഷേധം നടക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയും മന്ത്രി വി എൻ വാസവനെതിരെയുമാണ് അവർ പ്രതിഷേധം നടത്തുന്നത്. കാരണമായി പറയുന്നത്, കഴിഞ്ഞ ദിവസം ഈ അപകടമുണ്ടായ സ്ഥലത്ത് ഇരുവരും എത്തിയിരുന്നു. ഇരുവരും നടത്തിയ ഇല്ലായ്മ ഉൾക്കൊള്ളുന്ന ഒരു പ്രതികരണമായിരുന്നു. അപക്വമായി നടത്തിയ ഒരു പ്രതികരണത്തെ ചൊല്ലിയാണിപ്പോൾ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടക്കുന്നത്. അതിനിടെയാണ് മന്ത്രി വി എൻ വാസവൻ ഇപ്പോൾ ആ കുടുംബത്തെ സന്ദർശിക്കുന്നത്, സർക്കാരിൻ്റെ പിന്തുണ അറിയിക്കുന്നത്. ഇനിയുള്ള ഓരോ കാര്യങ്ങളിലും സർക്കാരിൻ്റെ പിന്തുണ ഉണ്ടാവും. എന്താവശ്യങ്ങൾക്കും വിളിച്ചാൽ മതിയെന്ന ഉറപ്പാണ് മന്ത്രി നൽകുന്നത്. ബിന്ദുവിൻ്റെ സംസ്കാരം കഴിഞ്ഞു. ആ സംസ്കാര ചടങ്ങിൽ നാം കണ്ടത് വേദനാജനകമായ കാഴ്ചകളായിരുന്നു. ആ കുടുംബത്തിൻ്റെ വേദനയായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംവിധാനത്തിൻ്റെ ഒരു പ്രശ്നം കാരണം ഒരു ജീവൻ നഷ്ടപ്പെട്ടു. ആ ജീവൻ നഷ്ടപ്പെട്ട് ആ കുടുംബം അനുഭവിച്ച വേദന എത്രത്തോളമെന്ന് പ്രേക്ഷകർ കണ്ടതാണ്. ആയിടത്തേക്കാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങിനെല്ലാം ശേഷമാണ് മന്ത്രി വി എൻ വാസവൻ എത്തിയത്. സംസ്ഥാന സർക്കാരിൻ്റെ അടിയന്തരമായൊരു ധനസഹായം അദ്ദേഹം കൈമാറി. അതിന് ശേഷം ബന്ധുക്കളുമായി സംസാരിച്ചു, അവർക്ക് ആശ്വാസമേകി. മകൾക്ക് ജോലി കൊടുക്കും എന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. മകളുടെ മകൾക്കായി ഒരു ജോലി നൽകിയിട്ടുണ്ട്. മകളുടെ ആരോഗ്യ കാര്യങ്ങളെല്ലാം സർക്കാർ നോക്കുമെന്ന് ഉറപ്പും നൽകിയിട്ടുണ്ട്. അമ്മയ്ക്കും ബിന്ദുവിൻ്റെ ഭർത്താവിനും 2 മക്കൾക്കും സർക്കാരിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നാണ് മന്ത്രി വി എൻ വാസവൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം ആ കുടുംബത്തെ സന്ദർശിച്ചു. മൈക്ക് വേണമെന്ന് അയച്ചു പോട്ടെ മുകളിലേക്ക് പോകുക. അവിടെ വരാം. മുകളിലേക്ക് കയറിക്കട്ടോ. മിനിസ്റ്ററോട് പറഞ്ഞു, മന്ത്രിയോട് പറഞ്ഞു. ശരി.
ബിന്ദുവിൻ്റെ അമ്മയെയും ഭർത്താവിനെയും കണ്ട ശേഷം മകൾ നവമിയെ കൂടെ സന്ദർശിച്ച ശേഷമാണ് മന്ത്രി ഇപ്പോൾ മടങ്ങുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ വീടിൻ്റെ പരിസരത്ത് നിന്നും മാറി മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ജില്ലാ കളക്ടറും മന്ത്രിക്കൊപ്പമുണ്ട്. കാര്യങ്ങളെ സംബന്ധിച്ച്, സർക്കാർ നൽകുന്ന ഉറപ്പുകളെ സംബന്ധിച്ച് ആ കുടുംബത്തിന് ഇനി ആശ്വാസം സർക്കാരിൻ്റെ പിന്തുണ മാത്രമാണ്. അതെങ്ങനെ നൽകും, ഏത് തരത്തിൽ നൽകുമെന്നതിനെ സംബന്ധിച്ച് മന്ത്രി സംസാരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളുമായി സംസാരിക്കും. ഇന്ന് തന്നെ കൃത്യമായ റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് കൊടുക്കണമെന്ന് സർക്കാർ പറഞ്ഞത്. ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ജില്ലാ കളക്ടർ ഇന്ന് തന്നെ സർക്കാർ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റിലെടുത്ത തീരുമാനങ്ങളടക്കം വിശദീകരിക്കാൻ ഉടൻ തന്നെ മന്ത്രി വിഎൻ വാസവൻ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിൻ്റെ വീട് സന്ദർശിക്കുകയായിരുന്നു മന്ത്രി വി എൻ വാസവൻ. അദ്ദേഹം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉറപ്പുകളെ സംബന്ധിച്ചും ആ കുടുംബത്തിനും ആശ്വാസവും നൽകി. മകൾ നവമിയെയും ബന്ധുക്കളെയും എല്ലാം കണ്ടതിന് ശേഷം തിരിച്ചിറങ്ങുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ പിന്തുണയും ആ കുടുംബത്തിനുണ്ടാകുമെന്ന ഉറപ്പാണ് മന്ത്രി വി എൻ വാസവൻ നൽകിയിട്ടുള്ളത്. അടിയന്തര ധനസഹായം നൽകിയിട്ടുണ്ട്. മകൾക്ക് ജോലി വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ആ ജോലി ഉറപ്പുവരുത്തുമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ട്.